നമസ്കാരം. വെൽക്കം ബാക്ക് ടു മല്ലു ഫുട്ബോൾ. അപ്പോൾ EPL നടന്ന 2 പ്രധാനപ്പെട്ട മത്സരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആർസണൽ 3-1 സൗത്താംപ്ടനെ തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി 3-2 ഫുള്ളാമിനെ തോൽപ്പിച്ചുകൊണ്ട് 3 പോയിന്റുകൾ സ്വന്തമാക്കി. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ആർസണലിന്റെ മത്സരത്തിൽ തന്നെ തുടങ്ങാം. ശരിക്കും പറഞ്ഞാൽ 29ഓളം ചാൻസുകളാണ് ആർസണൽ ഈ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു 10 ഗോളൊക്കെ ഈസി ആയിട്ട് അടിക്കേണ്ട ചാൻസുകൾ ആർസണലിന് ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് ക്ലോസ് റേഞ്ചിലുള്ള ഷോട്ടുകളൊക്കെ ഡിഫ്ലക്റ്റ് ആയിട്ട് പുറത്തേക്ക് പോയി, ഗോൾ കീപ്പർ അടുത്തേക്ക് പോയി. സൗത്താംപ്ടൺ പലപ്പോഴും 10 പേരൊക്കെ ബോക്സിന് ചുറ്റും നിന്ന് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു. തീരെ സ്പേസ് കിട്ടാതെ വിഷമിക്കുന്ന ഒരു ആർസണൽ ടീമിനെയാണ് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ചാൻസുകൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. സ്റ്റേർലിംഗിന് ചാൻസ് ഉണ്ടായിരുന്നു, കായ് ഹാവേർട്സിന് ചാൻസ് കിട്ടി. പക്ഷേ ക്ലിനിക്കലായിട്ട് ഇത് ഫിനിഷ് ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. ഫസ്റ്റ് ഹാഫിൽ 0-0 എന്ന നിലയിൽ തന്നെയാണ് സ്കോർ മുമ്പോട്ട് പോയത്. സെക്കൻഡ് ഹാഫിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ആർസണലിനെ ഞെട്ടിച്ചുകൊണ്ട് സൗത്താംപ്ടൺ ആദ്യം സ്കോർ ചെയ്യാണ്. കാമറൂൺ ആർച്ചർ ഗോൾ ഫ്രം നോവെയർ എന്നൊക്കെ പറയാം. പുള്ളി ലെഫ്റ്റ് വിങ്ങിലൂടെ വരുന്നു, കട്ട് ബാക്ക് ചെയ്യുന്നു, ഒരു ഷോട്ട് എടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് ഷോട്ടായിരുന്നു. റായ ചാടിയൊക്കെ നോക്കി, പക്ഷേ പുള്ളിക്കത് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ സെക്കൻഡ് ഹാഫിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ 1-0 ലീഡിലേക്ക് സൗത്താംപ്ടൺ വരികയാണ്. ഇവിടെ പാനിക്കായി പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷെ ആർസണൽ ശക്തമായിട്ട് കളിയിലേക്ക് തിരിച്ചു വന്നു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു പേര് കായ് ഹാവേർട്സിന്റെ പേരാണ്. ഹാവേർട്സിനെ നമ്മൾ പലപ്പോഴും കുറ്റപ്പെടുത്താറുണ്ട്, ഫിനിഷിംഗ് പോരാ, പുള്ളി സ്കോർ ചെയ്യുന്നില്ല. പക്ഷേ ഹോം ഗ്രൗണ്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് മത്സരങ്ങൾ സ്കോർ ചെയ്തിട്ട് ഒരു നല്ല റെക്കോർഡിലേക്ക് പുള്ളി പോവുകയാണ്. ഇന്ന് ഒരു ഡിഫൻസീവ് മിസ്റ്റേക്കിൽ നിന്ന് പുള്ളിയുടെ അടുത്തേക്ക് ഒരു ബോൾ വരുന്നു. വളരെ ക്ലിനിക്കലായിട്ട് ലെഫ്റ്റ് സൈഡിന്റെ കോർണറിലേക്കാണ് പുള്ളി ഫിനിഷ് ചെയ്യുന്നത്. അങ്ങനെ 1-1 ആർസണൽ കളിയിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് നമ്മൾ കണ്ടത് ബുക്കായോ സാക്കയുടെ ഒരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് തന്നെയാണ്. പുള്ളിയുടെ സെക്കൻഡ് ഗോളിനുള്ള അസിസ്റ്റ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. റൈറ്റ് വിങ്ങിൽ നിന്ന് ഒരു ക്രോസ് ഇടുന്നു. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് മാർട്ടിനലി പിക്ചറിലേ ഉണ്ടായിരുന്നില്ല. മാർട്ടിനലി ഈ ലെഫ്റ്റ് വിങ് കോർണറിലേക്ക് വരുന്ന പുള്ളിക്ക് ഉറപ്പായിരുന്നു. ഇതൊക്കെ ചിലപ്പോൾ ട്രെയിനിങ്ങിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു ടാക്ടിക്കൽ മൂവ് ആയിരിക്കും. കൃത്യമായിട്ടുള്ള ഒരു പന്തിടുന്നു. മാർട്ടിനലി ഒരു സിംഗിൾ ടച്ച് എടുത്ത് കീപ്പറെ നട്ട്ബേക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഗോൾ സ്കോർ ചെയ്യുന്നത്. അങ്ങനെ 2-1 ലീഡിലേക്ക് ആർസണൽ വന്നു. അധികം വൈകാതെ ബുക്കായോ സാക്കയുടെ മറ്റൊരു ഗോൾ കൂടി വന്നതോടെ കളി പൂർണ്ണമായി. 3-1 സൗത്താംപ്ടനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവർ വിജയിക്കുകയും ചെയ്തു. സെക്കൻഡ് ഹാഫിലൊക്കെ ആകെ 8 ചാൻസുകൾ മാത്രമാണ് സൗത്താംപ്ടന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. 2 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി. ഇതിൽ ഒന്ന് ഫസ്റ്റ് ഹാഫിൽ സ്കോർ ചെയ്ത ഗോളായിരുന്നു. മിഡ്ഫീൽഡിലൊക്കെ വളരെ ഈസി ആയിട്ട് അവർ ബോൾ വിട്ടുകൊടുക്കുന്ന ഒരുപാട് ഇൻസ്റ്റൻസുകൾ ഉണ്ടായിരുന്നു. ഇത് ആർസണൽ മുതലാക്കി എന്ന് പറയേണ്ടി വരും. സ്റ്റേർലിംഗിന്റെ കാര്യം എടുത്തു പറയുന്നുണ്ട്. പുള്ളി ഇപ്പോഴും ആ പഴയ ഫോമിലേക്ക് വന്നിട്ടില്ല. പെനാൾട്ടിക്ക് വേണ്ടിയിട്ടുള്ള 1-2 ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സ്റ്റേർലിംഗിന് ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. എന്തായാലും ആർസണൽ 3 പോയിന്റുകൾ സ്വന്തമാക്കി. മറ്റൊരു മത്സരത്തിൽ മാൻ സിറ്റി ശരിക്കും പറഞ്ഞാൽ വെള്ളം കുടിക്കുന്ന ഒരുപാട് ഇൻസ്റ്റൻസുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ കളി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളാം നന്നായിട്ട് തന്നെ കളിച്ചു. നമ്മൾ ഒരിക്കലും ഫുള്ളാമിനെ താഴ്ത്തിക്കെട്ടാൻ പറ്റില്ല. കാരണം അഡാമ ട്രയോറിക്ക് കിട്ടിയ ആ ഒരു 3 ചാൻസിനെ പറ്റിയിട്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ 1-on-1 ക്ലിനിക്കൽ കൗണ്ടർ അറ്റാക്കിംഗ്, പുള്ളിയുടെ സ്പീഡിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പിടിക്കാന്ന് പറയുന്നത് ഫിസിക്കലി എളുപ്പമുള്ള കാര്യമില്ല. കോൾ വാക്കർ പോലും കഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ഓട്ടാണ് പുള്ളിയുടെ സൈഡിൽ നമ്മൾ കണ്ടത്. പക്ഷേ ഫൈനൽ തേർഡിലെ ഫിനിഷിംഗ് വൺ ഓഫ് ദി വേഴ്സ്റ്റ് ആണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം 1-on-1 ചാൻസ് കിട്ടുന്നു, ആദ്യം ഫിനിഷ് ചെയ്തില്ല, രണ്ടാമത്തെ പ്രാവശ്യം ഫിനിഷ് ചെയ്തില്ല, മൂന്നാമത്തെ പ്രാവശ്യം പുള്ളി മിസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എനിക്ക് തോന്നുന്നു അതിലൊരു 2 ഗോളെങ്കിലും കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഫുള്ളാമിന് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവുമായിരുന്നു. അവരൊരു 2-0 ലീഡിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിറ്റിക്ക് ഒരു ആഡ് ഓൺ പ്രഷർ ഒക്കെ കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് അത് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് നമ്മൾ കണ്ടത് കോവച്ചിച്ചിന്റെ ഒരു മാസ്റ്റർ ക്ലാസ് ഡിസ്പ്ലേ തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിലൊക്കെ റൂബൻ ഡിയാസ് ഒക്കെ പുറത്തുനിന്ന് ഷോട്ട് എടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ മത്സരത്തിൽ എനിക്ക് തോന്നുന്നു കോവച്ചിച്ചിനാണ് ആ ഒരു ചാൻസ് കിട്ടിയിട്ടുള്ളത്. പലപ്പോഴും റൈറ്റ് വിങ്ങിലേക്ക് വരുന്ന പന്ത് വളരെ സെറ്റായിട്ട് കോവച്ചിച്ചിന് കൊടുക്കും. കോവച്ചിച്ച് ഒരു ടച്ച് എടുത്തിട്ട് ബോക്സിന് തൊട്ട് പുറകിൽ വെച്ചു, അല്ലെങ്കിൽ ബോക്സിനകത്തേക്ക് കയറി ഒരു ഷോട്ട് എടുക്കും. അങ്ങനെ 2 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ കോവച്ചിച്ചിന് ഇന്ന് കഴിഞ്ഞു. അധികം വൈകാതെ സെക്കൻഡ് ഹാഫിൽ ഡോക്കുവിന്റെ ഒരു ബുള്ളറ്റ് ഷോട്ട് കൂടി വന്നതോടെ 3 ഗോളിന്റെ ലീഡിലേക്ക് അവർ എത്തുകയും ചെയ്തു. ഇവിടെ എടുത്തു പറയേണ്ടത്
ഡോക്കു ലെഫ്റ്റ് വിങ്ങിലൂടെ മുമ്പോട്ട് പോകുന്നു. പുള്ളിയും ഒരു ടച്ച് എടുത്തിട്ട് ആ ഒരു ഷോട്ട് എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഗോൾ കീപ്പർക്ക് റിയാക്ട് ചെയ്യാൻ പോലും സമയം കിട്ടിയില്ല. അത്രയ്ക്ക് സ്പീഡിലാണ് ആ പന്ത് ബോക്സിലേക്ക് എത്തിയത്. അങ്ങനെ 3 ഗോളുകൾ സിറ്റിയുടെ സൈഡിൽ നിന്ന് വന്നു. എന്നാൽ ഫുള്ളാം തൊട്ടു പിറകിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ട്രിയോറിയുടെ ഗോളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരും ഈ ഒരു 3 ഗോളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആൻഡ്രസ് പെരേര ആദ്യം തന്നെ ഒരു ഗോളിന്റെ ലീഡിലേക്ക് ഫുള്ളാമിനെ കൊണ്ടുവന്നു. പക്ഷെ അത് മുതലാക്കാൻ ഫുള്ളാമിന് കഴിയാതെ പോയത് വലിയൊരു ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനുശേഷം മുനിസിന്റെ സെക്കൻഡ് ഹാഫിൽ ഒരു ഗോൾ കൂടെ വന്നതോടെ 3-2 ഒരു സ്കോറിലേക്ക് കാര്യങ്ങൾ പോയി. കളി അവസാനിക്കുമ്പോൾ 3-2 ലീഡോടെ സിറ്റി വിജയിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഫുള്ളാമിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.